വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഫിഷ് മോളി തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നാടൻ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. 4 വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വരയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കറക്റ്റ് അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല താനും, ഇതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ടൊരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2ാം പാലും 1ാം പാലും ഒക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാനിവിടെ ഒരു 3/4 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ടിലോ നീളത്തിലോ എങ്ങനെ വേണേലും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വലിയ പീസായി കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി പച്ച തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 2 നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലോട്ട് മെല്ലെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട്
കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ് ഇൻഷാ അല്ലാ.